ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ലുലു മാളിൻ്റെ അകത്തേക്ക് കടന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ ലുലു മാളിലുള്ളതെന്നൊക്കെ അറിയാം. ഇതുവരെ പുറത്തായിരുന്നു നിന്നത്. ഇപ്പോൾ ഇന്ന് 3 മണിക്ക് ലുലു മാളിൻ്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് പബ്ലിക് എല്ലാവർക്കും വേണ്ടിയിട്ട് ലുലു മാൾ തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. അപ്പോൾ വാനുവും വാവയും കൂടിയിട്ട് ലുലു മാളിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന വഴിയിൽ ഫുള്ള് ട്രാഫിക്. കാഴ്ചപ്പറമ്പ് എന്നുള്ള ആ ഒരു ജംഗ്ഷൻ ഫുള്ളായിട്ട് ട്രാഫിക്കാണ്. പോലീസുകാരൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ട്രാഫിക്കൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. ഏകദേശം എല്ലാവിടെയും ഫുള്ളായി. വണ്ടിയൊന്നും പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ബൈക്ക് വെച്ചിട്ട് ഈ ലുലു മാളിലേക്ക് നടന്നത്. ഇതുപോലെ ഒരുപാട് പേര് ഈ പറയുന്ന കിലോമീറ്ററുകൾ അപ്പുറം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടാണ് ലുലു മാളിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലുലു മാളിൻ്റെ അകത്തേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്താണ് ഇനി ലുലു മാൾ പാലക്കാടിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ ലുലു മാളിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. വളരെ ക്രൗഡുണ്ട്. എന്താ പറയുക, തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ലുലു മാൾ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇനി അകത്ത് പോകുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെയാണ് തോന്നുന്നു ഇനാഗ്രേഷനൊക്കെ നടന്നിട്ടുള്ള സ്ഥലം. അത് തന്നെ ഒരുപാട് അക്ഷയ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ ഷോപ്പുണ്ട്, എന്തൊക്കെയാണ് അതിനകത്ത്, ഏതൊക്കെ ഷോപ്പുകളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ എന്താണ് അതിനകത്ത് നടക്കുന്ന കാര്യം, ഇതൊരു ഇനാഗ്രേഷൻ ആയതിനു ശേഷം എന്താണ് ലുലു മാളിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും ആ ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്രൗഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും നല്ല ക്രൗഡുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൗഡൊക്കെ എനിക്ക് കാണുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു പാലക്കാടിലൊക്കെ ഈ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ദളപതി വിജയ് അണ്ണൻ്റെ പടം വരുന്ന സമയത്ത് പാലക്കാട് ന്യൂ അരുമ, പ്രിയദർശിനി ആ പറയുന്ന തിയേറ്ററിൻ്റെ ഭാഗത്ത് ഫുള്ള് റെയിൽവേ സ്റ്റേഷനും ആ ഒരു റോഡ് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിരിക്കും അല്ലേ. ദളപതി വിജയിൻ്റെ പടമോ അല്ലെങ്കിൽ അതുപോലെ രജനിൻ്റെ പടമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് ആ ഒരു ഫീലാണ് നമുക്ക് അവിടെ പോയപ്പോൾ കിട്ടിയത്. ഇതുണ്ടോ എസ്കലേറ്ററിലൊക്കെ ഉള്ള തിരക്ക്, അമ്മാതിരി തിരക്കാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ശരി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ്, എന്താണ് അതിനകത്തുള്ളത് എന്നുള്ള ഒരു ആകാംക്ഷ തീർക്കാൻ വേണ്ടിയിട്ടാണ് അകത്ത് കയറിയത്. എന്തായാലും പെട്ടു ഗൈസ് ഞങ്ങൾ. കാരണം ഈ തിരക്കിൽ ഒന്നും തന്നെ നേരെ കാണാനൊന്നും പറ്റിയില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് കറങ്ങാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് നടക്കില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ പോക്കാവുന്ന ഉറപ്പായി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും അതിനകത്ത് കയറാൻ കൂട്ടാക്കിയില്ല. കാരണം ഈ തിരക്ക് കണ്ട് എത്രയാ ക്യൂ. ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും എല്ലാ കൗണ്ടറിലും ഫുള്ളാണ്. ക്യൂ ഫുള്ള് നല്ല തിരക്കിലാണ് നിൽക്കുന്നത്. ഒരുപാട് പേര് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എപ്പോൾ വന്നതാണെന്ന് അറിയില്ല. കണ്ടോ തിരക്ക്. ഇത് ഇനി ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന് അകത്തേക്ക് പോകാനുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മുകളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ ഞങ്ങൾ ആ മുകളിലേക്ക് കയറി. കണ്ടോ തിരക്ക്. ഞാൻ വെറുതെ തിരക്ക് എന്ന് പറയില്ല, എനിക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ മുകളിൽ ഫുഡ് കോർട്ടാണുള്ളത്. നമ്മുടെ പാലക്കാടിൻ്റെ തന്നെ അടിപൊളി ഡിഷസ് ആയിട്ടുള്ള അടിപൊളി ഹോട്ടൽസ്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ പാലക്കാടിൻ്റെ രുചി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ വാനുവിന് ഏറ്റവും എന്താ പറയുക, അവൾ കാത്തിരുന്ന ഒരു സംഭവമാണ് ഫണ്ടൂറ. ആ ഫണ്ടൂറ എന്താണെന്നുള്ളത്, അവിടെ എന്തൊക്കെ ഗെയിംസ് ഉണ്ട് എന്നുള്ളതാണ് വാനുവിനെ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. ഈ ഫുഡ് ഒന്നാമത് അറിയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് അതിനേക്കാൾ കൂടുതൽ ആ ഫണ്ടൂറെ കുറിച്ച് അറിയണമെന്നായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഫാഷൻ സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് കടക്കാൻ വഴിയില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയില്ല. അപ്പോൾ നേരെ ഇനി ഫണ്ടൂറയിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞങ്ങൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്പേസ് ഉണ്ട്. ഇന്ന് ഇനാഗ്രേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു സ്പേസ് ഇല്ലായ്മ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു പാലക്കാട് മാത്രമല്ല, കോയമ്പത്തൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാടിലെ പല ദൂരം നിന്നൊക്കെ അല്ലേ, പട്ടാമ്പി, ഷൊർണൂർ ആ ഭാഗങ്ങളിൽ, മണ്ണാർക്കാട് നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു സ്റ്റോപ്പിലേക്ക് വരുന്ന സമയത്ത് കാണുന്നവരോട് സംസാരിച്ച സമയത്താണ് അറിയാൻ കഴിഞ്ഞത് അവർ പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ലുലു കാണാൻ വേണ്ടിയിട്ട്, ഇനാഗ്രേഷൻ ആയിട്ടുള്ള ലുലു കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ ഇതാണ്
നമ്മുടെ ഫൺ ടൂറിലുള്ള ഗെയിംസ്, അതുപോലെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഉള്ള ഗെയിംസാണ് കേട്ടോ അവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ കൂടി പ്രതീക്ഷിച്ചു. ഞങ്ങൾ ഇവിടെ ഹൈലൈറ്റ് മാള്, ഫോക്കസ് മാള് എന്നുള്ള മാള്, എനിക്ക് ഇതുവരെ ലുലുവിൽ പോകാൻ സാധിച്ചിട്ടില്ല ഇടപ്പള്ളിയിൽ. അപ്പോൾ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ഇവിടെ പാലക്കാടിലുള്ള ഈ ഒരു ലുലുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റിവ്യൂ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും കണ്ട ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പാലക്കാടിലേക്ക് ഇത്രയും വലിയൊരു വേറൊരു മാള് ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു മാള്. പക്ഷേ ഇതൊരു ട്രെയിലറാണ്, ഇനി വലിയ പടം വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നതായിട്ട് കേട്ടത്. കാരണം ഇത് ചെറിയൊരു സാമ്പിള്, വെടിക്കെട്ട് അപ്പുറത്ത് വരുന്നുണ്ട്, വലിയൊരു മാളും ബാറും തിയേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ പുറമെ നമ്മൾ മറ്റുള്ള മാളുകൾ, ഇപ്പോൾ ഞാൻ കാലിക്കറ്റിലെ ഹൈലൈറ്റ് മാളും അതുപോലെ ഫോക്കസ് മാളും അവിടെയൊക്കെയാണ് കൂടുതൽ പോയിട്ടുള്ളത്. അപ്പോൾ ആ മാളുകളൊക്കെ വെച്ച് അപേക്ഷിക്കുന്ന സമയത്ത് ഇത് ചെറുതാണ്. പക്ഷെ പാലക്കാടിനെ അപേക്ഷിച്ച് ഇത് അടിപൊളി സംഭവമാണ്. പാലക്കാടിനെ തന്നെ വേറെ ലെവലിലേക്ക് എത്തിക്കും. എന്തായാലും ഇത്രയും ക്രൗഡ് തന്നെ അല്ലേ പാലക്കാട്, ഈ ഒരു ഏരിയ തന്നെ അത്രയും എന്താ പറയുക അടിപൊളിയായി. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കൽ ലുലു മാളിലേക്ക് വരിക. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും വരണം, പാലക്കാട്ടിലുള്ള ലുലു കാണാൻ എന്തായാലും വരണം. കാരണം നമുക്ക് എറണാകുളം പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. ഞാൻ ഇതുവരെ എറണാകുളം പോയിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പാലക്കാട് വന്നിട്ട് നമ്മൾ എന്തായാലും കാണാതിരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഇവിടെ പണി കഴിപ്പിച്ചത് ബിൽടെക്കാണ്. അപ്പോൾ അവരുടെ ആ ഒരു അല്ലേ നോക്കൂ, ഇന്ത്യയിൽ അടിപൊളി സംഭവമായിട്ടുണ്ട് ബിൽടെക്ക്. അപ്പോൾ ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകേണ്ട ഒരു വഴിയാണ്. ഇതിലൂടെ നമുക്ക് കാർ പാർക്കിങ്ങിലേക്ക് പോയിട്ട് ഈ വഴി തന്നെ നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു വഴിയൊന്ന് പോയി നോക്കിയതാണ്. അപ്പം അങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും ആ ഒരു വഴിയിലൂടെ നമ്മൾ കയറി. രണ്ടാളും നല്ല ഹാപ്പി, കാരണം ലുലു മാൾ ഓപ്പൺ, അതിനകത്ത് കയറാം, ഫൺ ടൂർ എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പിയിലാണ്. പക്ഷേ ഒരു സങ്കടം ഉണ്ടായിരുന്നു, അവിടെ ഫുഡ് വെയിറ്റ് ചെയ്ത് മതിയായി. ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാതെ ഇറങ്ങി. അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ലുലു പാലക്കാട് ഹാഷ്ടാഗിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് നല്ല നമ്മുടെ പാലക്കാടിൻ്റെ അഭിമാനം അല്ലേ പ്രൗഢഗംഭീരമായിട്ട് ഇതാ ലുലു മാള് എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലുലു വന്ന് കാണുക, എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കുട്ടി ചെറിയ ഷോർട്സ് ഉണ്ടാവും, അതുപോലെ ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ. വീഡിയോ കഴിഞ്ഞില്ല, ഇതുകൊണ്ട് തിരക്ക്. ഇനി ട്രാഫിക്കിനെ കുറിച്ച് എന്താ പറയാ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കാഴ്ചപ്പറമ്പ് വഴി വരുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ലുലു മാളുണ്ട്, ട്രാഫിക് ഉണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ളവർ വേറെ വഴിയിലൂടെ പോകാനുള്ളൊരു സംവിധാനം കൂടി കാണണം എന്നുള്ളതാണ് കേട്ടോ, അത്യാവശ്യമുള്ളവർക്ക് മാത്രം.